സർക്യൂട്ട് ഡയറക്ടഡ് ബൈ തമർ. ഈ ഒരു സിനിമ കാണാൻ പോണ മുന്നേ കുറെ ഓഡിയൻസ് റെസ്പോൺസ് കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ലാഗ് ഉള്ള പടമാണ്. പല കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടത് ലാഗ് ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, ഈ സിനിമയിൽ എനിക്ക് പറ്റി ലാഗ് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സിനിമ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷെ ഭയങ്കര ഗംഭീര സാധനം, കുറെ ഫൈറ്റോ അതോ ഇത് ഭയങ്കര ത്രില്ലറോ സീറ്റ് അടിച്ച് ത്രില്ലറോ അത് അങ്ങനല്ല ഈ പടം. അങ്ങനത്തെ ഒരു ഇതിൽ കുറച്ച് സമയം സിനിമ പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഭയങ്കര ത്രില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല. അത് ഈ ട്രെയിലർ കണ്ടിട്ട് ഈ ത്രില്ലർ സിനിമ പ്രതീക്ഷിച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാർ കയറണം എന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ബട്ട് സ്റ്റിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നു കണ്ടിട്ട്. ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്പീഡ് കുറവാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ വേഗം കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് എവിടേക്കോ ഒന്ന് ബ്രേക്ക് ചോക്കിയ പോലത്തെ ഒരു ഫീൽ. അത് ഒരിക്കലും സ്ക്രിപ്റ്റ് സ്റ്റക്കായി പോണില്ല. പക്ഷെ എവിടെ ഒന്നങ്ങോട്ട് അതിന്റെ സ്പീഡ് ഒന്ന് കുറച്ച് കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ഈ പ്രവാസി ജീവിതം എല്ലാവരും ഈ എന്താ ഗൾഫ് 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 എന്ന് പറഞ്ഞ പോലെ അല്ല, ഗൾഫ് എന്ന് കാണിച്ചു തരുന്ന മലയാള സിനിമകൾ തന്നെ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിനൊക്കെ പത്തേമാരി സിനിമ ഒക്കെ അതിലൊരു ഉദാഹരണമാണ്. പക്ഷെ അത്രയും ഇന്റൻസ് ആയിട്ട് ഈ ഒരു പ്രവാസി ജീവിതത്തിനെ പറ്റി പറയണില്ല, കാരണം അതിന്റെ മെയിൻ ടോപ്പിക് അതല്ല. പക്ഷെ ആ പ്രവാസി ജീവിതം കുറച്ച് സമയം കൊണ്ട് എത്രത്തോളം ഇന്റൻസ് ആണെന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഒന്നാമത് ഈ ഷൂട്ടിങ്ങേ ഫുള്ള് പുറത്താണ്. അപ്പൊ ഈ കുറച്ച് സമയം കൊണ്ട് എന്താണ് ഒരു 27-28 വയസ്സുള്ള ഒരാള് അവിടെ പോയി പെട്ട്, അവിടെ പോയി പെടുക ഇൻ ദി സെൻസ് ഒന്നും വർക്ക് ആവാതെ പോവുക, അല്ലെങ്കിൽ വിസ തീരാനാവുക, അങ്ങനത്തെ ഒക്കെ വരുമ്പം അനുഭവിക്കണ സംഭവങ്ങൾ, അവിടുത്തെ എന്താ പറയാ സ്വാർത്ഥതക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടണ ഓരോ കാര്യങ്ങളൊക്കെ കുറച്ച് സമയങ്ങൾ. അതായത് ഒന്നുമില്ലാത്തവനെ ഈ പിഴിയാന് കുറെ ആൾക്കാർ വരുമല്ലോ, കിട്ടണമൊക്കെ കിട്ടിക്കോട്ടെ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ആസിഫ് അലി ഇതിൽ പോകുന്നുണ്ട്. ആസിഫ് അലിന്റെ കാര്യത്തിൽ ഞാൻ വരാം. അപ്പൊ അങ്ങനെയാണ് സിനിമ. അപ്പൊ ആ സമയത്ത് ഏറ്റവും കിട്ടുമായിട്ട് തോന്നിയത് എനിക്ക് സ്ക്രീൻ പ്ലേ ആണ്. മനസ്സിലായില്ല. സെക്കൻഡ് ഹാഫിൽ ഒന്ന് ബാക്കിക്കായത് സ്ക്രീൻ പ്ലേ കാരണം തന്നെയാണ്. പക്ഷെ ഇതില് സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ബോറിംഗ് സംഭവത്തേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ ചില സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആസിഫ് അലിന്റെ പെർഫോമൻസ് കൊണ്ടുമാണ് ആ സെക്കൻഡ് ഹാഫ് ഒരു ബോറിംഗ് രീതിക്ക് പോവാതെ ഒന്നുകൂടെ സ്ലോ ആയ ഒരു ഫീല് മാത്രം ആ സെക്കൻഡ് ഹാഫിൽ വരാനുള്ള കാരണം. സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ബോറടി ഒന്നും ഇല്ല. മനസ്സിലായി. ഞാൻ ഒന്നും കൂടി പറയാം. അത് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ പറഞ്ഞാലേ ഇനിയിപ്പോൾ അത് ഭയങ്കര ബോറടി ആവും എന്നുള്ളത് വിചാരിക്കണ്ട. പക്ഷെ സിനിമ ഫസ്റ്റ് ഹാഫ് വേമയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ആസിഫ് അലിന്റെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്, കിണ്ണം കാഴ്ച പെർഫോമൻസ്. ആസിഫ് അലിന്റെ അഭിനയം അറിയാലോ. അതേപോലെ തന്നെ ആസിഫ് അലിന്റെ ഒരു കരച്ചിലുണ്ട്, കണ്ണി വെള്ളം നിറഞ്ഞു പോയി. അങ്ങനത്തെ ആ സമയത്ത് കുറച്ച് റൈറ്റിംഗ് ഉണ്ട്. മനസ്സിലായില്ലേ. ഈ അമ്മാനെ പറ്റിയിട്ട് എഴുതി വെച്ച് അമ്മാനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ എല്ലാത്തൊരു സങ്കടം വന്നിട്ട് കരയണ ഒരു സംഭവം ഉണ്ടായി ഈ സിനിമയിൽ. കിട്ടുകയും അതാണ് ആസിഫ് അലി. മനസ്സിലായി. ആസിഫ് അലി അതാണ്. ആസിഫ് അലി ഇത് ഒന്നുമല്ല. ആസിഫ് അലിക്ക് സ്വിച്ച് ഇട്ട പോലെ പരിപാടി തീർത്തിട്ടുണ്ട്. കാരണം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്ന സമയത്ത് ആണ് ആസിഫ് അലിന്റെ ഒരു ബീച്ചിൽ ഒരു വെള്ളത്തിൽ പോയി നിന്നിട്ട് ഉള്ള കുറച്ച് ആക്ടിങ് ഉണ്ട് ആസിഫ് അലിന്റെ. എണ്ണം കാഴ്ച സാധിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്ലോട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇതിന്റെ ഒരു പ്ലോട്ട് ഒരു ഫീൽ ഗുഡ് മൂവി ആണെന്നുള്ളത് മാത്രമേ പറയാം. അത് കാറ്റഗറിയാണ്. പക്ഷെ അത് പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുന്ന സമയത്ത് ഒരു സംഭവം വരും. അപ്പോൾ അത് കുറച്ചൊന്ന് പ്രഡിക്റ്റബിൾ ഞാൻ ആ പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു സിനിമയിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആസിഫ് അലിനെ മാത്രമല്ല, ഇതിലൊരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഒരു അസുഖമുണ്ട്. അപ്പൊ ആ അസുഖത്തിന്റെ പുറത്തെ കുട്ടി ഭയങ്കര അഗ്രസീവ് ആയിട്ട് പെരുമാറണേ സംഭവം. തുടക്കത്തിൽ എനിക്ക് തോന്നി കുട്ടിക്ക് 2 കൊടുത്താൽ പോലെ തോന്നി. പിന്നെ മനസ്സിലായി അതിൽ പറയുന്നുണ്ട് കുട്ടിക്ക് അസുഖമുണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത് പറയുമ്പോൾ ആ ഫീൽ ഉണ്ട്. അപ്പൊ ആ ഒരു അസുഖം ബാധിച്ചിട്ടുള്ള ആ കുട്ടി അന്യായ പെർഫോമൻസ്. ആസിഫ് അലിന്റെ ഒപ്പം വരെ ഈ കുട്ടി പല സമയങ്ങളിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ സിനിമ വരുമ്പോൾ ഒന്ന് ക്രിഞ്ചാവും. രണ്ടാമത് സിനിമ ഈ കുട്ടികൾ വന്ന് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര പെർഫിക്കലാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ പല പടങ്ങളും ക്രിഞ്ചായി പോകുന്നത്. ഇപ്പൊ ഒരു കുട്ടി ഒരു വലിയൊരാൾ നമ്മൾ ഇമോഷൻസ് കാണിക്കുന്ന സമയത്ത് അതിൽ ഈ കുട്ടി ഇങ്ങോട്ട് പതറും. അങ്ങോട്ട് പല സാധനങ്ങളും അയ്യോ കുട്ടിയാണെങ്കിൽ പോലും കുട്ടീനെ വരെ നമ്മൾ വെറുത്തു പോകും. പക്ഷെ ഇതിലങ്ങനല്ല. ഇതില് ആ കുട്ടി ചുറ്റിലും പെർഫോമൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ ആ കുട്ടിന്റെ ഞാൻ മറ്റേ അച്ഛനും അമ്മയായിട്ട് 2 ആക്ടേഴ്സ് അഭിനയിച്ചിട്ട് ഒരു നടി നടനെ അഭിനയിച്ചിട്ട് എനിക്കാരുടെ പേരറിയില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ കുട്ടി ആസിഫ് അലി മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് കുട്ടി ആസിഫ് അലി മാത്രം വെച്ചിട്ടാണ് ഭൂരിഭാഗം ആ സ്ക്രീൻ ടൈമിൽ ഇവർ രണ്ടാളാണ് ഭൂരിഭാഗം. അപ്പോൾ അറിയാലോ. അപ്പം പിന്നെ ഒരു പെർഫോമൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള അറിയാലോ. ഒന്നാമത് ഫീൽ ഗുഡ് മൂവി എന്ന് പറയുമ്പോഴേ അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. മനസ്സിലായി. ഇത് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് ഇതിന്റെ കഥ കുറച്ചും കൂടി ഡെപ്ത് ഉള്ളതാണ്, പ്രത്യേകിച്ച് കുട്ടിന്റെ കാര്യത്തിൽ. പക്ഷെ ആ സമയത്ത് ഈ കുട്ടി പെർഫോം ചെയ്ത രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായം. അതിക്ക് ഇതിന്റെ ബിജിഎം മാത്രമല്ല, ഇതിന്റെ പാട്ടും ഇതിന്റെ മ്യൂസിക് ആണുള്ള ബിജിഎം, ഇതിന്റെ പാട്ടും അതിന്റെ ഒപ്പം തന്നെ ആ കിട്ടില്ല സാധനം. അത് പാട്ട് ഒന്നാമത് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. നമ്മൾ ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പാട്ട് ആണ് പോയി വന്നോണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ ശ്രദ്ധയിൽ പെടൂല. കാരണം അത്ര ആ ഒരു ഫ്ലോയിൽ നമ്മൾ പെട്ടുപോയി. മനസ്സിലായില്ല. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സിനിമ മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ ഇതിന്റെ മുന്നേ താരേ ജമീൻ പർ എന്ന് പറഞ്ഞ ഒരു പടമുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന്റെ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്. പിന്നെ അമേരിക്ക വന്നിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഒരു വേറൊരു വെർഷനാണ് ഈ പടം. മനസ്സിലായില്ല. അപ്പൊ താരേ ജമീൻ പർ സിനിമയുടെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ല. പക്ഷെ എന്നാലും പറയാം
അങ്ങനത്തെ ഒരു എന്താ പറയുക, അതിനൊരു വേറെ ഒരു വെർഷനാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി സിനിമ ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് ബ്രേക്ക് ഇട്ട പോലെ, കുറച്ചൊന്ന് സ്ലോ ആയ പോലെ, അത് ആ ഒരു സമയം കൊണ്ട് കുറച്ചും കൂടി ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് അവർക്ക് ഉൾപ്പെടുത്താനുള്ള സംഗതികൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരത് ഉൾപ്പെടുത്താതെ ഒന്നും ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, കുറച്ച് അതൊന്ന് സ്ലോ ആയി ഒരു ഫീല് സെക്കൻഡ് ഹാഫിൽ എനിക്ക് വന്നു. അതല്ലാതെ ഈ സിനിമയിൽ എനിക്ക് എല്ലതും ആവറേജ് അല്ല, എല്ലതും കിട്ടിയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ടെക്നിക്കൽ ടീമിന് കൈയ്യടി കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഡയറക്ടർ എങ്ങനെ ഒരു നോർമൽ എന്താ പറയുക, ഇതിലെല്ലാവരും വന്നിട്ട് നാച്ചുറലി അഭിനയിക്കുമ്പോൾ ചിലവർ ഇങ്ങനെ ക്യാമറ തിരിച്ചിട്ടൊക്കെ കൊണ്ടുവരും. അപ്പൊ ആ ഫീല് പോയി, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തോന്നരുത് നമ്മൾ ആ നാച്ചുറൽ അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിന്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റണം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാലേ പടം സക്സസ് ആവുള്ളൂ. ഇതിന് നല്ല രീതിയിൽ പ്രത്യേകിച്ച് കുട്ടിന്റെ ആസിഫലിന്റെ ഇവർ രണ്ടാളും മാത്രം സിനിമ ഇവർ രണ്ടാളിൽ ഒതുങ്ങുന്ന ഒരു ടൈമുണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ബാക്കിയുള്ളവരെ ഇടക്കിടക്ക് കാണിക്കുന്നുള്ളൂ. പക്ഷെ ഇവർ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ഇതിരിക്കുന്ന സിനിമ ഒതുങ്ങുന്ന സമയത്ത് കിട്ടുകയും ശരിക്കും അവിടെയാണ് ബോർ ആവേണ്ടിയിരുന്നത്. ആ സമയത്തൊക്കെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഈ സിനിമനെ അങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് സിനിമ ത്രൂ ഔട്ട് പോകുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ആവറേജ് അങ്ങനെയൊന്നല്ല, എനിക്ക് സിനിമ നല്ല രീതിയിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ട്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം, ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടമാവാം. അല്ലാതെ ഈ നമ്മൾ ഇപ്പൊ ഞാനൊരു കാര്യം, ഇപ്പൊ ഞാൻ തിയേറ്ററിൽ ഇപ്പൊ എനിക്ക് റൊമാൻറ്റിക് മൂവീസ് എനിക്ക് അല്ലാതെ ഇഷ്ടപ്പെടലില്ല. അപ്പൊ ഞാൻ പോയിട്ട് റൊമാൻറ്റിക് മൂവീസ് ഞാൻ കണ്ടു, ഞാൻ വന്നിരുന്നു പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വർക്കാവും, പക്ഷെ എനിക്ക് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഓരോ കാറ്റഗറിയിൽ ഒതുങ്ങി കൂടുന്ന കുറെ ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ വയലൻസ് അങ്ങനെ ഒതുങ്ങി കൂടണം, അത് മതി എന്നുള്ള ഈ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നത് ബിലോ എവറേജ് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാറ്റഗറിയിൽ ഒതുങ്ങി കൂടുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് മൂവിക്ക് കയറി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയത്. അല്ലാതെ ഈ സിനിമയിൽ ഇവർ പറഞ്ഞ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, മനസ്സിലായി? കുറെ ആൾക്കാരെ എന്ത് പറഞ്ഞിട്ട് ബിലോ എവറേജ് ആണ് ആ ഒരു പൊട്ട പടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീഗ്രേഡിംഗ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ ഓഡിയൻസ് റെസ്പോൺസിലൊക്കെ വന്നിട്ട് ആൾക്കാർ പല സമയത്ത് ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ പറയാം, ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടമാണോ, അതായത് നല്ലൊരു ഫാമിലി മൂവീസ് അങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോണ ഒരു പടമാണ്. അപ്പൊ അത് ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോയി കാണണം. നല്ലൊരു മനസ്സമാധാനത്തിൽ ഇരുന്നിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഇമോഷൻ, അതായത് ഒരു സിനിമയിൽ എല്ലാ രീതിയിലും ക്യാരക്ടേഴ്സിനോടും ആ സിനിമയോടും നമുക്കൊരു കണക്ഷൻ തോന്നണ ഫാമിലിനായിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം എന്നുള്ള രീതിയിലുള്ള മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു സ്പീഡ് കുറവുണ്ടെന്നുള്ളൂ, അല്ലാതെ ഈ പടത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പേഴ്സണലി ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ് സർക്കിട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം വെക്കുക. സെൻടാക്സ് സൈനിങ് ഔട്ട്.